ഖുത്ബ അറബിയിൽ തന്നെ വേണമെന്ന് നമുക്ക് വലിയ വാശിയാ. ഖുത്ബ അറബിയിൽ തന്നെ വേണം. നോക്കാം നിങ്ങൾ, മലയാളികൾ കൂടുന്ന പള്ളിയാണ്, പക്ഷെ നമ്മളവിടെ ഖുത്ബ അറബിയിലെ നിർവഹിക്കുള്ളൂ. അതെന്താ കാരണം? അത് സ്വഹാബത്തിന്റെ വഴി. അതാണ് സ്വഹാബത്ത് ഇവിടെ കേരളത്തിൽ വന്നിട്ടുണ്ടല്ലോ. ആ കേരളത്തിൽ ദീൻ പഠിപ്പിക്കാൻ വേണ്ടി വന്നതാണല്ലോ. ആ ദീൻ പഠിപ്പിക്കാൻ വേണ്ടി വന്ന സ്വഹാബത്ത് അന്ന് കേരളത്തിലെ ഭാഷയിൽ, കേരളത്തിന്റെ അന്നത്തെ ഒരു ഭാഷയല്ലേ ആൾക്കാർ സംസാരിച്ചിരുന്നത്, ആ ഭാഷയിലാണോ ഖുത്ബ ഓതിയത്? അല്ല, അറബി ഭാഷയിലാണ് ഖുത്ബ ഓതിയത്. അറബി ഭാഷ. ഇന്നിപ്പോ ഈ പോരിന വൈക്കല്ലേ ധർമ്മടമുള്ളത്? സ്വഹാബത്ത് സ്ഥാപിച്ച പള്ളിയില്ലേ? കാസർഗോഡില്ലേ? ഇപ്പുറത്ത് പിന്നെ കൊടുങ്ങല്ലൂരിലില്ലേ? അവിടെ ഒക്കെ സ്വഹാബത്ത് സ്ഥാപിച്ച പള്ളിയുണ്ട്. ആ സ്വഹാബത്ത് സ്ഥാപിച്ച പള്ളിയിൽ ആദ്യമായി ഖുത്ബ നിർവഹിച്ചത് സ്വഹാബത്താണ്. ആ ഖുത്ബ അറബിയിലാണ്. അത് അന്നും അറബിയിലാണ്, ഇന്നും അറബിയിലാണ്. അന്നും അറബിയിലാണ്, ഇന്നും അറബിയിലാണ് അവിടെ ഖുത്ബ നിർവഹിക്കുന്നത്. കാരണം എന്താ? സ്വഹാബത്ത് ഖുത്ബ അറബിയിലാണ് നിർവഹിച്ചത്. അത് കെ എം മൗലവി തന്നെ പറയുന്നുണ്ട്, ലോകത്തിന്റെ എല്ലാ ഭാഗത്തും സ്വഹാബത്ത് പോയിട്ടുണ്ട്, ഒറ്റ നാട്ടിലും ആ നാട്ടിലെ ഭാഷയിൽ ഖുത്ബ ഓതിയിട്ടില്ല. ഖുത്ബ ഓതിയത് ഏത് ഭാഷയിലാണ്? അറബി ഭാഷയിലാണ്. അപ്പൊ സ്വഹാബത്തിന് അള്ളാഹ് പൊരുത്തപ്പെട്ടതാ, റളിയല്ലാഹു അൻഹു. അള്ളാഹ് പൊരുത്തപ്പെട്ടതാണ് സ്വഹാബത്തിന്.